ഹലോ ഫ്രണ്ട്സ്, ഇന്നും വന്നിരിക്കുന്നത് ടിപ്സും റെസിപ്പിയും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ആദ്യത്തേത് ഒരു ടിപ്പാണ്. അപ്പോൾ നമ്മൾ കടയിൽ പോയി സാധനം മേടിക്കുന്ന കൂട്ടത്തിൽ വെണ്ടയ്ക്കൊക്കെ മേടിക്കുമല്ലോ. അപ്പോൾ വെണ്ടയ്ക്ക മേടിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ടിപ്പ് എടുത്തൊന്ന് ഒടിച്ച് നോക്കണം. അങ്ങനെ ഒടിയുന്നതാണെങ്കിൽ ആ വെണ്ടയ്ക്ക വളരെ സോഫ്റ്റ് ആയിരിക്കും. അത് കുക്ക് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് അധികം മൂക്കാത്തതായിരിക്കും. ഇനി അതിൻ്റെ ടിപ്പ് ഒടിയുന്നില്ല എങ്കിൽ അത് മൂത്തതായിരിക്കും. അപ്പോൾ അത് നമ്മൾ കുക്ക് ചെയ്ത് എടുത്ത് വരുമ്പോൾ അത് നാര് പോലെ ഇരിക്കും. നമുക്ക് ചേർക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അതിനധികം ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇത് കാര്യമൊന്നും ഓർത്ത് നമ്മൾ വെണ്ടയ്ക്ക എടുക്കുന്നതായിരിക്കും നല്ലത്. അടുത്തത് രണ്ടാമത്തെ ടിപ്പ്. ഇപ്പം മാങ്ങയുടെ സീസൺ ആണല്ലോ. അപ്പോൾ നമുക്ക് ധാരാളം മാങ്ങയൊക്കെ കിട്ടും. അങ്ങനെ മാങ്ങ കിട്ടുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് നമ്മൾ അച്ചാറിടാനായിരിക്കും പോകുന്നത്. അപ്പോൾ അച്ചാറിടുമ്പോൾ എല്ലാം ഒരേ രീതിയിൽ ഒരേ വലുപ്പത്തിൽ കിട്ടണമെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. വളരെ സിമ്പിളാണ്. അല്ലെങ്കിൽ നമ്മൾ കയ്യിലെടുത്ത് ഓരോന്നിങ്ങനെ അരിയുമ്പോൾ എല്ലാം പല പല സൈസായിരിക്കും. അതിനെക്കാട്ടി കാണാനും ഒക്കെ ഒരു നല്ലൊരു ഭംഗിയും ഒക്കെ നല്ല എളുപ്പം. അതുമല്ല ഭയങ്കര നല്ല വേഗത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കുകയും ചെയ്യാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ ഓരോ മാങ്ങ എടുത്ത് ഒന്ന് അതിൻ്റെ ചുവട് ഭാഗം ഒന്ന് മോട് കളഞ്ഞിട്ട് ഓരോ സൈഡ് ഇങ്ങനെ പൂളി എടുക്കുന്നുണ്ട്. അങ്ങനെ പൂളി എടുത്തിട്ട് ആ കട്ടിങ് ബോർഡിലോട്ട് ഒരു പീസ് എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്യുക. നീളത്തിൽ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒരേ ഇതിൽ വലുപ്പത്തിൽ ഞാൻ നീളത്തിലാദ്യം കട്ട് ചെയ്തു. എന്നിട്ട് പിന്നെ അതിനെ ക്രോസ് ചെയ്ത് പിന്നെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അരിയുമ്പോൾ എല്ലാം ഒരേ വലുപ്പമായിരിക്കും. അപ്പോൾ ഇത് ഞാൻ വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ നമ്മൾ ആ നീളത്തിൽ അരിയുന്നതും ക്രോസായിട്ട് കട്ട് ചെയ്യുന്നതും കുറച്ചുകൂടെ വലുതാക്കി കട്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാം ഒരേ സൈസിൽ ഒരേ വലുപ്പത്തിൽ കിട്ടും. അപ്പോൾ കാണാനും ഒക്കെ ഒരു നല്ല ഇതായിരിക്കും. ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ. അടുത്ത മൂന്നാമത്തെ ടിപ്പ്, ദോശമാവൊക്കെ പെട്ടെന്ന് പുളിച്ച് കിട്ടാനായിട്ട് നമ്മൾ അരിയും ഉഴുന്നും അരയ്ക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിരുന്ന ദോശമാവിൽ 2-3 സ്പൂണ് ദോശമാവ് എടുത്തു വെക്കണം. ആ എടുത്തു വെച്ച ദോശമാവ് ഈ നമ്മൾ ഫ്രഷായിട്ട് അരച്ച് വെക്കുന്ന ആ ദോശമാവിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കുക. നമ്മൾ സാധനം എങ്ങനെയാണോ വെക്കുന്നത് അതേപോലെ അടച്ചു വെക്കുക. പിറ്റേന്ന് ആകുമ്പോഴത്തേക്ക് നല്ലതായിട്ട് സോഫ്റ്റായിട്ട് പറഞ്ഞ് പൊങ്ങി വരും. ഇത് AC ഒക്കെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിലും അതേപോലെ തണുപ്പൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ വളരെ ഫലവത്തായിട്ടുള്ള ഒന്നാണ്. അവിടെ ഭയങ്കര പാടായിരിക്കും ദോശമാവൊക്കെ പുളിച്ച് കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ദോശ കഴിച്ചാലൊക്കെ അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിട്ട് തോന്നും. നല്ല ഇതായിട്ട് സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഈ രീതി ചെയ്താൽ മതി. നമ്മൾ തൈര് എങ്ങനെയാണോ ഉറയൊഴിക്കുന്നത് ആ രീതിയിൽ ദോശമാവിൽ ഒന്ന് ഒഴിച്ച് നോക്കി എടുത്ത് വെച്ചാൽ മതി. ഇതിവിടെ ഞാൻ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഓർത്തപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് തലേന്ന് ഉള്ള ദോശമാവ് 2-3 സ്പൂൺ എടുത്ത് വെക്കാറുണ്ട്. എന്നിട്ട് ഇതിൽ ചേർത്ത് അങ്ങനെയാണ് ചെയ്യുന്നത്. അടുത്തത് നാലാമത്തെ ഒരു റെസിപ്പിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റിഫ്രഷിങ് ജ്യൂസാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബേബി സ്പിനാച്ചാണ് എടുത്തിരിക്കുന്നത്. സ്പിനാച്ചിൽ ഉൾപ്പെടുന്ന നമ്മുടെ സാധാ പച്ച ചീരയും ചുമന്ന ചീര ഏത് വേണേലും ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ്. 2 ഇൻഗ്രീഡിയൻറ്റ് മതി. അപ്പോൾ ഒരു പിടി സ്പിനാച്ച് എടുത്ത് കഴുകി നന്നായിട്ട് തോർത്തി എടുത്ത സ്പിനാച്ചാണ്. അപ്പോൾ അത് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1 കപ്പോളം വെള്ളം ഒഴിക്കുന്നു. എന്നിട്ട് ഗ്യാസേ വെച്ച് അതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തിളച്ച് വന്നു കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് അത് ഗ്യാസ് ഓഫാക്കി തണുക്കാനായിട്ട് വെക്കുന്നുണ്ട്. നമുക്കറിയാം ചീരയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണെന്നറിയാം. നമ്മൾ സാധാരണ തോരനൊക്കെ വെക്കുമ്പോൾ കുട്ടികൾക്കാണെങ്കിൽ അധികം ഇഷ്ടം ഉണ്ടാവില്ല, അവർ കഴിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നല്ല ഒരു ഹെൽത്തായിട്ടുള്ള ജ്യൂസാണ്.
ഇപ്പോൾ ഈ തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം ഉൾപ്പെടെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് പിന്നെ ഒരു അര ലെമണിൻ്റെ ജ്യൂസ് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പിന്നെ 3 ടീസ്പൂണ് ഷുഗർ കൂടി ഇടുന്നുണ്ട്. ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. നമ്മുടെ താല്പര്യം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്ലാസ് വെള്ളമോടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ചീരയൊക്കെ തോരൻ വെച്ച് നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ആ ടേസ്റ്റ് ഒന്നും കുട്ടികൾക്ക് അത് ഇഷ്ടം ഉണ്ടാവില്ല, അതുകൊണ്ട് അവർ കഴിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഇതേപോലെ ജ്യൂസ് ഒന്നും ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കുക. ആ ടേസ്റ്റ് ഒന്നും അങ്ങനെയുള്ള ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇതിന്. അങ്ങനെ ജ്യൂസ് അരിച്ചെടുത്തിട്ട് അത് പിന്നെ ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കുന്നുണ്ട്. സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കുന്ന സമയത്ത് 2 ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ തണുപ്പ് വേണമെങ്കിൽ നമുക്ക് ഐസ് ക്യൂബിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ലാസ്റ്റ് അതൊന്ന് ഡെക്കറേഷൻ അതിന് കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് കസ്കസ് വെള്ളത്തിൽ കുതിർത്തോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. അപ്പം ഇതൊന്ന് ഈ ചൂട് സമയത്തിന് പറ്റിയ നല്ല അടിപൊളി, നമുക്ക് പെട്ടെന്ന് അധികം ഇൻഗ്രീഡിയൻ്റ് ഇല്ലാതെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ജ്യൂസ് തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയാൻ മറന്നു പോരുത്. ടിപ്സും റെസിപ്പിയും ഒക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക. അതേപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനോടെ എനേബിൾ ചെയ്ത് വെക്കാം. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. അതേപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും രേഖപ്പെടുത്തുക. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.